പുതിയ തലമുറ കോഴ്സുകൾക്ക് അംഗീകാരം നൽകുന്നു സാങ്കേതിക സർവകലാശാല. സംസ്ഥാനത്തെ 48 കോളേജുകളിലെ വിവിധ കോഴ്സുകൾക്കാണ് സാങ്കേതിക സർവകലാശാല അഫിലിയേഷൻ കിട്ടിയത്. കോഴ്സുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് വൈകുന്നത് 24 വാർത്ത നൽകിയിരുന്നു. 24 ഇമ്പാക്ട് അരുൺ പാറക്കലാണ് ആ വാർത്തകൾ ഒരുമിച്ചിരുന്നത്. അരുൺ, ഈ പറയുന്ന 48 കോളേജിലെ വിവിധ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട കോഴ്സുകൾ? എങ്ങനെയാണ് നമ്മുടെ വാർത്താ ഫലം കാണുന്നത് അരുൺ? ഹാഷ്മി, നേരത്തെ 40-ലധികം കോളേജുകളാണ് ഈ പുതുതലമുറ കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി സാങ്കേതിക സർവകലാശാലയെ സമീപിച്ചിരുന്നത്. ആ സമയത്ത് സാങ്കേതിക സർവകലാശാല അതിന് NOC നൽകി, ഒപ്പം AICTE ഇതുമായി ബന്ധപ്പെട്ട അംഗീകാരവും നൽകി. പക്ഷേ അഫിലിയേഷൻ വൈകുകയായിരുന്നു. ആ അഫിലിയേഷൻ വൈകാനുള്ള കാരണം വൈസ് ചാൻസലർ ഇല്ല എന്നുള്ളതായിരുന്നു. ഒപ്പം രജിസ്ട്രാർ ഇല്ലാത്തതും ഈ പ്രതിസന്ധിക്ക് കാരണമായി. ഗവർണർ സർക്കാർ പോരെ അത് ഈ പ്രതിസന്ധിക്ക് കാരണമായി എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇങ്ങനെ പുതുതലമുറ കോഴ്സുകൾക്ക് സാങ്കേതിക സർവകലാശാലയുടെ അംഗീകാരം, അതായത് NOC ലഭിച്ചതോടുകൂടി NRI കോട്ടയിൽ നിരവധി വിദ്യാർത്ഥികൾ പണം നൽകി അഡ്മിഷൻ എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഞാൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാസർകോട്ടെ LBS എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. LBS എഞ്ചിനീയറിംഗ് കോളേജിലെ 2 കോഴ്സുകൾ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്നീ 2 കോഴ്സുകൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.